ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെയും പാലപ്പത്തിൻ്റെയും റെസിപ്പി നോക്കാം. ഈ സ്റ്റൂവ് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിയുമായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു ഇൻസ്റ്റൻറ്റ് സ്റ്റൂ റെസിപ്പി എന്നൊക്കെ പറയാം. അധികം മസാലകളൊന്നുമില്ലാതെ പെപ്പർ പൗഡറും ഗരം മസാലയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്ന സ്റ്റൂ ആണ്. ഇത് എളുപ്പത്തിൽ എങ്ങനെയാണ് വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു 1.5 കിലോയോളം ചിക്കൻ എല്ലോട് കൂടിയുള്ളത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 1.5 ടേബിൾ സ്പൂണോളം പെപ്പർ പൗഡറും ഒരു 4 പച്ചമുളകും 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കുറച്ച് കരിയാപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 30 മിനിറ്റോളം വയ്ക്കുന്നുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 ഏലക്ക, ഒരു 6 ഗ്രാമ്പൂ, ഒരു കറുകാപ്പട്ട, ഒരു ബേ ലീഫിൻ്റെ ഇല, ഒരു 8-10 കുരുമുളക് ഇതെല്ലാം കൂടി ചേർത്തൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ഓണിയൻ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നീളത്തിൽ അരിഞ്ഞതാണേ. ഇതെല്ലാം കൂടി ചേർത്ത് ഉപ്പും ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഒത്തിരി ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്ക് വഴറ്റേണ്ട, ജസ്റ്റ് അതൊന്ന് ട്രാൻസ്പെറൻറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻ്റ് ആകുന്നിടം വരെ വഴറ്റിയാൽ മതി. ഇതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂണോളം ഗരം മസാലയും 1 ടേബിൾ സ്പൂണോളം പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്യുവാണ്. പെപ്പർ പൗഡർ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് ചേർത്തൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ ചിക്കൻ എല്ലാം കൂടെ ഞാൻ നമ്മുടെ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു 1.5 ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തേക്കുവാണ്. ഉരുളക്കിഴങ്ങിൻ്റെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം. ഞാൻ 1.5 ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്. ഒരു ചെറിയ ക്യാരറ്റും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 8-10 മിനിറ്റ് നമുക്ക് ഇതാദ്യം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഈ നേരം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ പ്രിപ്പയർ ചെയ്യണം. ഞാൻ ഒരു 1.5 കപ്പോളം രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ രണ്ടാം പാൽ കിടന്നാണ് ഈ ഉരുളക്കിഴങ്ങും ചിക്കനും എല്ലാം കൂടെ കുക്ക് ചെയ്യുന്നത്. രണ്ടാം പാലും കൂടി ചേർത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വിടാം. ഒരു 14-15 മിനിറ്റോളം നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യാം. ഓരോ ചിക്കനും കുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വ്യത്യാസം കാണും. അതിനനുസരിച്ച് നിങ്ങൾ ചിക്കൻ കുക്ക് ചെയ്തെടുക്കണേ. ഇനിയിപ്പം ഇത് ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 10 കാഷ്നട്ട് ഒന്ന് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാഷ്നട്ടിൻ്റെ പേസ്റ്റ് ഇട്ട് കഴിഞ്ഞ് ഒരു 3-4 മിനിറ്റോളം അതൊന്ന് കുക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/2 കപ്പോളം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാലയും 1 ടീസ്പൂണോളം പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയുടെയും പെപ്പർ പൗഡറിൻ്റെ അളവ് ഈ ടൈമിൽ നിങ്ങളുടെ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ ഇത് ചേർത്തൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നെയ്യിൽ കാഷ്നട്ടും കിസ്മിസും കറി ലീഫും കൂടി ഒന്ന് താളിച്ചൊഴിക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ഒരു 8-10 കാഷ്നട്ട് ഒന്ന് ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ അതിലേക്ക് കിസ്മിസും കറി ലീഫും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉണക്കമുന്തിരിങ്ങയും കറി ലീഫും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി ആ കിസ്മിസൊക്കെ ഒന്ന് പൊങ്ങിയൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് അത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ. ഇനി ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൂ റെഡിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റൂ ആണ്. ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് പാലപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഒരു 2 കപ്പോളം പച്ചരി അല്ലെങ്കിൽ ഇഡ്ഡലി അരി ഒരു 6 to 8 hours നന്നായിട്ട് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ എടുത്ത കപ്പിന് തന്നെ 1 കപ്പ് തേങ്ങയും 1/2 കപ്പ് ചോറും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളച്ചോറോ കുത്തിരിച്ചോറോ ഒക്കെ എടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 ടേബിൾ സ്പൂണോളം പച്ചവെളിച്ചെണ്ണ ഇതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ആദ്യം അരി അരച്ചിട്ട് പിന്നെ തേങ്ങയും ചോറും അരയ്ക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ പകുതി ഇട്ടാണ് അരയ്ക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാൻ ഇതുപോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ രണ്ടാമത്തെ സെറ്റ് അരിയും തേങ്ങയും ചോറും എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര, 1/2 ടീസ്പൂണോളം ഈസ്റ്റും, ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയുണ്ട്, അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാൻ നരച്ചുകൊണ്ട് വരുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റൻറ്റ് റാപ്പിഡ് റൈസ് ഈസ്റ്റാണ് ഉപയോഗിച്ചേക്കുന്നത്. അത് എനിക്ക് 1-2 മണിക്കൂറിനുള്ളിൽ അപ്പം പൊങ്ങിക്കിട്ടും. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതോടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് പൊങ്ങാനായിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 2 മണിക്കൂറിനുള്ളിൽ എൻ്റെ പാലപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ.
ഞാൻ ഇതിൽ നിന്ന് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ ആവശ്യമുള്ള മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം, പാലപ്പത്തിന് ചിലപ്പോൾ മധുരം കൂടുതലായിരിക്കും ചിലർക്ക് ഇഷ്ടം, അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതൊന്ന് മിക്സ് ചെയ്ത് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് എടുത്തേക്കുന്ന പാനിൻ്റെ ഒരളവിനനുസരിച്ച് ഞാനിപ്പം ഒരു 1.5 തവിയോളം മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പം മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. നല്ല കുമിളകളൊക്കെ വന്നു കഴിയുമ്പം ഞാനത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുക്ക് ചെയ്ത് നമ്മുടെ പാലപ്പം നല്ല മുരിഞ്ഞ് സൈഡൊക്കെ നല്ല മുരിഞ്ഞ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ബാക്കിയുള്ള പാലപ്പങ്ങളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈസി ആയിട്ട് പാലപ്പവും റെഡിയാക്കാൻ പറ്റും. ഈ പാലപ്പവും അപ്പവും സ്റ്റൂവും എല്ലാം ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടൊരു പാലപ്പവും സ്റ്റൂവും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.